ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിൻ്റെ തണ്ട കൊണ്ടൊരു കറിയാണ്. കറി എന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ചേമ്പിൻ്റെ തണ്ട് നന്നായി തോലൊക്കെ എടുത്തത് അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഞാനിത് അടുപ്പിലിടാൻ പോകണം. കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വെക്കണം. ഇതങ്ങനെ കഴുകിയിടാം. എളുപ്പത്തിലാകും, വേഗം വേകും. ഞാൻ കഴുകിയിട്ടു. ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട്. മത്തൻ ഇതങ്ങനെ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ ഇടാം. അത് ചുങ്ങിപ്പോകും. അങ്ങനെ ലേശം ഉപ്പിട്ടിട്ട് നമുക്കത് വേകാൻ പറ്റും. ലേശം ഉപ്പിടാം. അര സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേകാൻ വയ്ക്കാം. ഒന്ന് ഇളക്കി കൊടുക്കും. ഒന്ന് അടച്ച് വേകാൻ വയ്ക്കാം. ഇത് വേകുമ്പോഴേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. ഒരു വിസിൽ വന്നാൽ മതി. മത്തനും ചേമ്പും തണ്ടൊന്നും വേഗം പോകും. ഞാൻ ഇതൊരു അടുപ്പിൽ ഇതിൻ്റെ കൂടെ അരി വറുക്കണം. ഇതൊന്ന് ചൂടായിട്ട് അരിയും മുളകും ഒന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലൊരു 4 വറമുളക് എടുത്തിട്ടുണ്ട്. ഒരു കയ്യിൽ ഇത്ര അരി എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി വറുക്കാം. നന്നായി വറുത്തെടുക്കാം. അരിയൊക്കെ നന്നായി പൊട്ടി നന്നായി വറുക്കണം. നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് വറുകാരായിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ പൊട്ടി കറക്റ്റാവുന്നുണ്ട്. അപ്പോഴേക്കും ഇതിൽ വിസിൽ വരും. ഒരു വിസിൽ വന്നാൽ നമുക്കിതൊന്ന് ഓഫാക്കാം. അത് വേഗം വേകും. ചേമ്പിൻ്റെ തണ്ട് നന്നായി കഷ്ണമാക്കിയിട്ടിട്ടതാണ്. മത്തനും എളുപ്പത്തിൽ വേകുന്നതാണ്. നമുക്ക് ഈ അരി വറുത്തതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് നന്നായി പൊടിച്ച ശേഷം വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നന്നായി വറുത്തെടുക്കാം. നന്നായി വറന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഓഫാക്കാം. ഇതൊന്ന് ആറിയ ശേഷം പൊടിച്ചെടുക്കാം. വിസിൽ വരാറായി. ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് വിസിൽ വരാറായിട്ടുണ്ട്. വിസിൽ വന്നിട്ട് നമുക്കത് ഒന്ന് വിസിലൊക്കെ താഴ്ന്ന ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫാക്കാം. വിസിലൊന്ന് പോയിട്ട് നമുക്ക് തുറന്നു നോക്കാം. വിസിലൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു പാത്രം വയ്ക്കാം. ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് നന്നായി കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെള്ളമുണ്ട്, കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 സ്പൂൺ. അതിൻ്റെ താഴെ മതി മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി വെന്തിട്ടുണ്ട്. ഇങ്ങനെ അപ്പോൾ അരി വറുത്തത്, അരിയും മുളകും കൂടെ വറുത്തത് ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 പല്ല് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്.
നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അരി വറുത്ത് വെളുത്തുള്ളി കരിവേപ്പിലയും നമുക്ക് അത്ര എരിവ് കമ്മിയാണെങ്കിൽ കുറച്ച് കമ്മിയാക്കിയാൽ മതി. നല്ല ടേസ്റ്റുള്ള. ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. താളിക്കലൊന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ്റെ തണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒഴിച്ച് കഴിക്കുകയും ചെയ്യാം. നമുക്ക് കഞ്ഞിയുടെ കൂടെയാണ് ഇത് നന്നായിരിക്കുക. കഞ്ഞി മോരൊഴിച്ചിട്ട് മോരൊക്കെ കൂട്ടി ഉണ്ണുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ല സൂപ്പറായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അരി മുളകൊക്കെ വറുത്തത്. ഉപ്പ് പോരെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇത് റെഡിയായി. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനെന്താ കാണിക്കുന്നത്? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ്റെ തണ്ട് കറി നന്നായി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.